പരിശുദ്ധാത്മാവിനെ ഇറക്കിക്കൊണ്ട് വരിക. സ്വർഗത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് ദൈവത്തെ ഇവിടെ ഇറക്കിക്കൊണ്ട് വരിക. നമ്മൾ നടത്തപ്പെട്ട ജപമാല, തുറന്നു വന്ന സ്തുതിയാരാധന, അതിലൂടെ അത് സംഭവിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെട്ടത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും ഇപ്പോൾ നിറയപ്പെട്ടിരുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഈ ശുശ്രൂഷയുടെ പേര് തന്നെ ഫാത്തിമ റോസറി മിറക്കിൾ ക്രൂസൈഡ്. ഫാത്തിമ അത്ഭുത ജപമാല, കുരിശ് യുദ്ധം. അവസാന ഭാഗമാണ് കുരിശ് യുദ്ധം. എന്താ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം? കുരിശ് യുദ്ധം എന്ന് പറഞ്ഞാൽ, ക്രൂസൈഡ് എന്ന് പറഞ്ഞാൽ വിജയം വരിക്കുന്നവരെയുള്ള പോരാട്ടം എന്നതിൻ്റെ അർത്ഥം. ജയിക്കുന്നവരെയുള്ള യുദ്ധം. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ, 15-ാം നൂറ്റാണ്ടിൽ ആ സമയത്തൊക്കെ നടത്തപ്പെട്ടുള്ള കുരിശ് യുദ്ധങ്ങളിൽ അത് ശാരീരിക യുദ്ധമാണത്. ജെറുസലേം തിരിച്ചു പിടിക്കാൻ വേണ്ടി ക്രൈസ്തവ വിശ്വാസികൾ റോമിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുമെല്ലാം അവിടുത്തെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒക്കെ കുടുംബങ്ങളെല്ലാം വിട്ടെറിഞ്ഞ് അവർ ജെറുസലേം തിരിച്ചു പിടിക്കാൻ വേണ്ടി ശാരീരികമായി പോരാട്ടം നടത്തിയവരാണ്. അതാണ് യഥാർത്ഥമായ കുരിശ് യുദ്ധം എന്ന് പറഞ്ഞാൽ. അത് വിജയം വരിക്കുന്നവരെ അവരെ മരിക്കാൻ അവർ തയ്യാറായി. ഇത് നമ്മൾ നടത്തുന്ന യുദ്ധം ഇതൊരു ശരീരങ്ങളുടെ യുദ്ധമല്ല, മറിച്ച് ആത്മാവിൻ്റെ യുദ്ധമാണത്. നിങ്ങളുടെ വ്യക്തിപരമായി നിങ്ങൾക്കെതിരെ നിന്ന ശത്രുക്കളെ ദൈവം തകർത്തു. നിങ്ങളെ വരിഞ്ഞു കിട്ടിയിരുന്ന തലമുറയിലെ അടിമകളെ കർത്താവ് പിഴുതു മാറ്റി. നിങ്ങൾക്ക് അതുകൊണ്ടാണ് ആ വലിയൊരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മുടെ ഒരു രാജാവ് ചോദിക്കുന്ന ചോദ്യമാണ്, ദാനിയേൽ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ദാസ, നീ നിരന്തരം സേവിക്കുന്ന നിൻ്റെ ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ ശക്തനായിരുന്നുവോ? എന്നിട്ട് പറഞ്ഞേ, ദാനിയേൽ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ദാസ, നീ നിരന്തരം സേവിക്കുന്ന നിൻ്റെ ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ ശക്തനായിരുന്നോ? ഇതേ ചോദ്യം ഇന്ന് കർത്താവ് നിന്നോട് ചോദിക്കുകയാണ്. നിന്നെ വിഴുങ്ങാൻ കാത്തിരിക്കുന്ന സിംഹങ്ങളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ നിന്റെ ദൈവം ശക്തനായിരുന്നുവോ? ഞാൻ കൈപൊക്കിയവരെ മാത്രമേ കണ്ടുള്ളൂ. നിങ്ങൾ കൈപൊക്കണ്ട. അത് പറഞ്ഞപ്പോഴേ കൈപൊക്കിയവർ 10-50 പേരുണ്ട്. പക്ഷെ നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്ന അനേകം മനുഷ്യരെയും കർത്താവ് ദൈവം അനേകം പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് യാതൊരു പോറലും വിലക്കാതെ വളരെ സ്മൂത്തായി ആ സിംഹത്തിൻ്റെ കുഴിയിൽ നിന്നും രക്ഷിച്ചൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദാനിയേലെ ശക്തമായിട്ട് പറയുകയാണ്. ഇത് ചോദിച്ചതാരാണ്? ദാനിയേൽ എന്ന ദൈവദാസനെ പിടിച്ച് കൊല്ലാൻ വേണ്ടി സിംഹത്തിൻ്റെ കുഴിയിലേക്ക് ഇട്ടു. ആ കാലങ്ങളിൽ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തടവറകൾ അങ്ങനെയാണ്. കുറ്റവാളികളെ ജീവനോട് എറിഞ്ഞു കൊടുക്കുക, സിംഹക്കുഴിയിലേക്ക് ഇട്ട് കൊടുക്കുക. അവിടെ 6-7 സിംഹങ്ങളുണ്ടാകും. അത് വീണ് കഴിഞ്ഞാൽ അവൻ്റെ അന്ത്യമാണ്. നാം വായിക്കുന്ന ഈ സംഭവം ദാനിയേൽ പുസ്തകം 6-ാമത്തെ അധ്യായത്തിലാണ്. നമ്മൾ കാണുന്നുണ്ട് ദാനിയേൽ ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയും പരിശുദ്ധ അഭിഷേകവും നിറഞ്ഞ മനുഷ്യനായിരുന്നു. അവൻ ദൈവത്തിൻ്റെ നിയമങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങളിൽ അവൻ കുറ്റമറ്റ് ജീവിച്ചവനാണ്. അപ്പോൾ ഇവൻ്റെ കഴിവുകൾ കണ്ടുകൊണ്ട് രാജാവ് ഒരു കാര്യം തീരുമാനിക്കുകയാണ്. തൻ്റെ സ്ഥാനം കഴിഞ്ഞാൽ ആ രാജ്യത്തെ ഏറ്റവും ഉന്നതമായ സ്ഥാനം ദാനിയേലിന് കൊടുക്കണം. ഒരു തീരുമാനം രാജാവ് എടുക്കുകയാണ്. ഞാനത് വായിക്കുക സംഭവം. ദാനിയേൽ പുസ്തകം 6-ാമത്തെ അധ്യായം 1 മുതൽ വചനമാണ്. ബുക്ക് ഓഫ് ദാനിയേൽ ചാപ്റ്റർ 6 വേഴ്സ് 1 ഓൺവേഴ്സ്. രാജ്യം ഭരിക്കാൻ അതിൻ്റെ എല്ലാ പ്രദേശങ്ങളിലുമായി 120 പ്രധാന ദേശാധിപന്മാരെ നിയമിക്കുന്നത് നല്ലതാണെന്ന് ദാരിയൂസിന് തോന്നി. അയാൾ രാജാവാണ്. അവരുടെ മേൽ 3 തലവന്മാരെയും അവൻ നിയമിച്ചു. അവരൊരുവൻ ദാനിയേലായിരുന്നു. രാജാവിന് നഷ്ടം സംഭവിക്കാതിരിക്കുവാൻ പ്രധാന ദേശാധിപന്മാർ ഇവനെ കണക്ക് ബോധിപ്പിക്കേണ്ടിയിരുന്നു. അത്ഭുതകരമായ ദൈവിക ചൈതന്യം ഉണ്ടായിരുന്നതുകൊണ്ട് ദാനിയേൽ മറ്റെല്ലാ തലവന്മാരെയേക്കാൾ, പ്രധാന ദേശാധിപന്മാരെയേക്കാൾ ശ്രേഷ്ഠനായിരുന്നു. തൻ്റെ രാജ്യം മുഴുവൻ്റെയും അധികാരിയായി അവനെ നിയമിക്കുവാൻ ദാരിയൂസ് ആലോചിച്ചു. അപ്പോൾ
തലവന്മാരും പ്രധാന ദേശാധിപന്മാരും ദാനിയേലിന്റെ മേൽ രാജ്യദ്രോഹ കുറ്റം ആരോപിക്കുവാൻ പഴുതു നോക്കി. പരാതിക്ക് മതിയായ കാരണമോ കുറ്റമോ കണ്ടെത്താൻ അവർ കഴിഞ്ഞില്ല. എന്നാൽ അവൻ വിശ്വസ്തനായിരുന്നു. ഒരു കുറ്റവും അവർ അവനിൽ കണ്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഈ ദാനിയേലിൽ അവൻ്റെ ദൈവത്തിൻ്റെ നിയമത്തെ സംബന്ധിച്ചല്ലാതെ പരാതിക്ക് കാരണം കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ ദാനിയേലിൽ കുറ്റം, കാരണം ദാനിയേൽ ആ രാജ്യത്തിൻ്റെ പ്രധാന അധിപനാകാൻ പോവുകയാണ്. രാജാവ് തീരുമാനമെടുത്തു. അപ്പോൾ ഇതിൽ അസൂയപ്പെടാൻ, ഇവൻ ദാനിയേൽ ആരാണ്? ദാനിയേൽ ഒരു യഹൂദനാണ്, ഒരു പ്രവാസിയാണ്. ഇസ്രായേലിൽ നിന്ന് നാട് കടത്തപ്പെട്ട യഹൂദന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുവനായിരുന്നു ദാനിയേൽ. ആ കാലഘട്ടങ്ങളിൽ ബബുലോൺ രാജാക്കന്മാർ പല പ്രാവശ്യം ഇസ്രായേലിൽ ആക്രമിക്കും. അവിടെ നിന്നും ആൾക്കാരെല്ലാം കൊള്ളയടിച്ച് നാട്ടിൽ കൊണ്ടുവരും. ഇവരെ അടിമകളാക്കി തങ്ങളുടെ രാജ്യത്ത് അവർ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന കുറേ അടിമകളുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു ദാനിയേലും. പക്ഷേ ദാനിയേലിൽ കണ്ടതായ ദൈവത്തിൻ്റെ ചൈതന്യം ദാരിയൂസിന് ദാനിയേൽ ഇഷ്ടമായി. അവനുള്ള മിടുക്ക്, അവനുള്ള കഴിവുകൾ കണ്ടപ്പോൾ അവനെ ഒരു ഉന്നതമായ സ്ഥാനം കൊടുക്കാൻ തീരുമാനമെടുത്തു. പക്ഷെ ഇതിൽ അസൂയ പോകേണ്ട മറ്റുള്ള മന്ത്രിമാരോ മറ്റുള്ള ഗവർണർമാരോ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരോ ഒക്കെ അത് സംഭവിക്കാൻ പാടില്ല. ഒരു കാരണവശാലും ദാനിയേൽ നമ്മുടെ തലവനാകാൻ പാടില്ല. അങ്ങനെ അവർ ചിന്തിക്കുകയാണ്, എന്താണൊരു മാർഗം, ഇവനെ കൊടുക്കാൻ എന്താണ് മാർഗം? അവർക്ക് മനസ്സിലായി അവൻ കുറ്റമറ്റവനാണ്. അവനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ ഒരു പഴുതും അവർ കിട്ടുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കി, ഇവൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ, അവൻ ദൈവമായുള്ള പ്രാർത്ഥനയിൽ അവൻ കുറ്റമറ്റവനാണ്. അവിടെ മാത്രമേ ഇവനെ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ അതിനവർ കണ്ടെത്തിയ മാർഗമാണ്, അവരൊന്ന് രാജാവിനോട് പറയും, രാജാവ് വരുന്ന 30 ദിവസത്തേക്ക് എല്ലാ മനുഷ്യരും നിന്നോടല്ലാതെ ഒരു മനുഷ്യനോടോ ദൈവത്തോടോ പ്രാർത്ഥിക്കാൻ പാടില്ല. ഒരു ദൈവത്തോടും പ്രാർത്ഥിക്കാൻ പാടില്ല, ഒരു മനുഷ്യനോടും പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനെ ഒരു നിയമം നീ പാസ്സാക്കണം. ഇപ്പോൾ രാജാവ് നോക്കുമ്പോഴത്തേക്കും ഇവർ വന്നിട്ട് പറയുമ്പോൾ താൻ ദൈവത്തെ ഉന്നതനാവുകയാണ്. കാരണം തന്നോട് പ്രാർത്ഥിക്കേണ്ടത് രാജാവിനോട് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനം ഇവന് കൊടുത്തുകൊണ്ട് അവൻ്റെ കീഴിലുള്ളവർ പറഞ്ഞപ്പോൾ ദാരിയൂസ് സമ്മതിക്കുകയാണ്. ഉടനെ രാജാവ് വിളംബരം പുറപ്പെടുവിക്കുന്നു, മുദ്ര വെച്ച വിളംബരം. ഈ വിളംബരം പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ ദാനിയേൽ ഇത് അറിഞ്ഞു. അവന് മനസ്സിലായി തന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. പക്ഷെ ദാനിയേൽ എന്ത് ചെയ്തു? ഇതൊന്നും ഭയപ്പെടാതെ, വചനം പറഞ്ഞിട്ടുണ്ട്, 17-ാമത്തെ വചനമാണ്, മേൽപ്പറഞ്ഞ മനുഷ്യർ തീരുമാനിച്ചതുപോലെ ചെന്ന് ദാനിയേൽ തൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നതും അപേക്ഷിക്കുന്നതും കണ്ടു. അപ്പോൾ രാജസന്നിധിയിലെത്തി നിരോധനാജ്ഞയെപ്പറ്റി പറഞ്ഞു, രാജാവേ, 30 ദിവസത്തേക്ക് നിന്നോടല്ലാതെ ഏതെങ്കിലും ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അവനെ സിംഹങ്ങളുടെ കുഴിയിൽ തള്ളുമെന്നൊരു നിരോധനാജ്ഞയിൽ നീ ഒപ്പുവെച്ചിരുന്നല്ലോ. രാജാവ് പറഞ്ഞു, മേദിയക്കാരുടെയും പെർഷ്യക്കാരുടെയും അലംഘനീയമായ നിയമമനുസരിച്ച് അത് തീർച്ചയായും അങ്ങനെ തന്നെ. അവർ പറഞ്ഞു, രാജാവേ, യൂദയാൽ നിന്നുള്ള പ്രവാസികൾ ഒരുവനായ ദാനിയേൽ നിന്നെയാകട്ടെ നീ ഒപ്പുവെച്ച നിരോധനാജ്ഞയാകട്ടെ മാനിക്കാതെ ദിവസവും 3 പ്രാവശ്യം തൻ്റെ പ്രാർത്ഥന നടത്തുന്നു. ഇത് കേട്ടപ്പോൾ രാജാവ് അത്യധികം വ്യസനിച്ചു. ദാനിയേലെ രക്ഷിക്കുവാൻ മനസ്സിൽ ഉറച്ച് അവനെ രക്ഷിക്കുന്നതിന് വേണ്ടി സൂര്യൻ അസ്തമിക്കുന്നത് വരെ അവൻ പരിശ്രമിച്ചു. അപ്പോൾ ആലോചിച്ചുറച്ച് വന്നിരുന്ന ആളുകൾ രാജാവിനോട് പറഞ്ഞു, രാജാവേ, നീ അറിഞ്ഞാലും മേദിയക്കാരുടെയും പെർഷ്യക്കാരുടെയും നിയമമനുസരിച്ച് രാജാവ് പുറപ്പെടുവിക്കുന്ന കൽപ്പനയും ശാസനയും മാറ്റിക്കൂടാ. രാജാവ് കൽപ്പിച്ചതനുസരിച്ച് ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ കുഴിയിലേക്ക് എറിഞ്ഞു. രാജാവ് ദാനിയേലോട് പറഞ്ഞു, നീ നിരന്തരം സേവിക്കുന്ന നിൻ്റെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ. ദാനിയേലിനെ കുറിച്ചുള്ള വിധിക്ക് മാറ്റം വരാതിരിക്കുവാൻ കുഴി ഒരു കല്ലുകൊണ്ട് അടയ്ക്കുകയും രാജാവിൻ്റെയും പ്രഭുക്കന്മാരുടെയും മോതിരങ്ങൾ കൊണ്ട് അതിന് മുദ്ര വയ്ക്കുകയും ചെയ്തു. രാജാവ് കൊട്ടാരത്തിലേക്ക് പോയി രാത്രി മുഴുവൻ ഉപവാസത്തിൽ കഴിച്ചുകൂട്ടി. വിനോദങ്ങളെല്ലാം അവൻ പരിത്യജിച്ചു. നിദ്ര അവനെ സമീപിച്ചില്ല. അപ്പോൾ രാജാവിൻ്റെ കണിയിൽ അവർ പെടുത്തിയിട്ട് അവരൊന്ന് പറയുകയാണ്, ഇതാ ദാനിയേൽ നിൻ്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് അവൻ തൻ്റെ ദൈവത്തോട് പ്രാർത്ഥന നടത്തുകയാണ്. അവൻ ദിവസവും 3 പ്രാവശ്യം പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ കണ്ടു. ഇത് കേട്ട രാജാവിന് മനസ്സിലായി ഇവർ തന്നെ കെണിപ്പെടുത്തി. കാരണം താൻ എത്രമാത്രം ദാനിയേലിനെ ആദരിച്ചു, സ്നേഹിച്ചു, ബഹുമാനിക്കുന്നു. അവനെ കൊല്ലാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്.
പക്ഷേ രാജാവ് നിർബന്ധനാവുകയാണ് ദാനിയേലിനെ സിംഹ കുഴി എറിയുവാനായിട്ട്. അങ്ങനെ കുഴിയിലേക്ക് എറിയാനുള്ള കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞപ്പോൾ രാജാവ് ഒരു കാര്യം ദാനിയേലോട് പറയുകയാണ്. 16-ാമത്തെ വചനം. രാജാവ് ദാനിയേലോട് പറഞ്ഞു, നീ നിരന്തരം സേവിക്കുന്ന നിൻ്റെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ. ഹല്ലേലൂയ. നോക്കണമേ, രാജാവ് കാണുകയാണ് ദാനിയേൽ തൻ്റെ ദൈവത്തെ അർപ്പിച്ച വിശ്വാസം. ഇവിടെ ഞാൻ നിസ്സഹായനാണ്, ഞാൻ നിർബന്ധനായിരിക്കുകയാണ് നിന്നെ സിംഹത്തിന് കൂടി എറിയാനായിട്ട്. പക്ഷേ അവിടെ വെച്ചും രാജാവ് പറയുകയാണ്, നിരന്തരം സേവിക്കുന്ന നിൻ്റെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ. ഹല്ലേലൂയ. അവൻ ഒരിക്കലും വധിക്കപ്പെടണമെന്ന് രാജാവ് ആഗ്രഹിച്ചില്ല. തുടർന്ന് സംഭവിച്ചു നോക്കാം. അങ്ങനെ ഇവനെ കുഴിയിലേക്ക് വലിച്ചെറിയുന്നു, സിംഹത്തിൻ്റെ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോൾ ഈ എറിയാൻ വേണ്ടി തീരുമാനമെടുത്ത ദേശാധിപന്മാരൊക്കെ നോക്കി നിൽക്കുകയാണ്. കാരണം അവിടെ 7 സിംഹം കിടപ്പുണ്ട് ആ കുഴിയിൽ. അങ്ങോട്ടേക്കാണ് ദാനിയേൽ എറിയപ്പെടുന്നത്. താഴെ എത്തുന്നതിന് മുമ്പേ സ്വാഭാവികമായും ഇവനെ അടിച്ച് വീഴ്ത്തും, ഇവനെ വിഴുങ്ങും. പക്ഷെ ഇവർ നോക്കുമ്പോൾ എന്താ കണ്ടത്? താഴേക്ക് വീണ ദാനിയേൽ അവിടെ സിംഹങ്ങളെല്ലാം അടങ്ങിക്കിടക്കുകയാണ്. അവരൊന്നും അനങ്ങുന്നില്ല. ദാനിയേൽ നിന്ന് വീണത് അവരുടെ മുകളിലേക്കാണ്. അവനൊന്നും സംഭവിച്ചില്ല. ആ സിംഹങ്ങളെല്ലാം അവിടെ ശാന്തമായി കിടക്കുന്നു. അപ്പോൾ ഇവർക്ക് ആ പാടെ ഭയമായി. ഇവനെ കൊല്ലാൻ വേണ്ടി കൊടുത്തിട്ട് സിംഹങ്ങളെ ഒന്നും ചെയ്യുന്നില്ല. ഇവർ രക്ഷപ്പെട്ട് വരാൻ പാടില്ല. പറയാൻ വേണ്ടി അവരെന്ത് ചെയ്തു? ദാനിയേലിനെ കുറിച്ചുള്ള വിധിക്ക് മാറ്റം വരാതിരിക്കുവാൻ കുഴി ഒരു കല്ലുകൊണ്ട് അടയ്ക്കുകയും രാജാവിനെയും പ്രഭുക്കന്മാരുടെയും മോതിരങ്ങൾ കൊണ്ട് അതിന് മുദ്ര വയ്ക്കുകയും ചെയ്തു. ഹല്ലേലൂയ. നോക്കണമേ, അവൻ രക്ഷപ്പെടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ആ സിംഹങ്ങളുടെ കുഴിയുടെ മുകളിൽ വലിയ കല്ല് കൊണ്ടുവന്ന് വെച്ച് അടച്ച് മുദ്ര വെച്ചു. കാരണം ഇവൻ എങ്ങനെയാണേലും സിംഹത്തിന് തിന്നാൻ കൊടുക്കില്ല, ആഹാരം കൊടുക്കില്ല. അപ്പോൾ സിംഹത്തിന് വിശക്കും, ഇവനെ വിഴുങ്ങും. ഇതാണ് ഒരു കണക്ക് കൂട്ടിയത്. അങ്ങനെ ഒരു ദിവസം മുഴുവൻ ദാനിയേൽ ആ സിംഹത്തിൻ്റെ കുഴിയിലായിരുന്നു. രാജാവ് കൊട്ടാരത്തിലേക്ക് പോയി രാത്രി മുഴുവൻ ഉപവാസത്തിൽ കഴിച്ചുകൂട്ടി. വിനോദങ്ങളെല്ലാം അവൻ പരിത്യജിച്ചു. നിദ്ര അവനെ സമീപിച്ചില്ല. തൻ്റെ ഒരു ദാസനെ ഇട്ട് കഴിഞ്ഞപ്പോൾ രാജാവിന് സ്വസ്ഥ നഷ്ടപ്പെട്ടു. കാരണം രാജാവിനറിയാം അവൻ ദൈവത്തിൻ്റെ ദാസനാണ്. അവൻ വിശ്വാസമർപ്പിച്ച് ദൈവത്തിൽ അവൻ മുറുകെ പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രാജാവും ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് രാത്രിയിൽ അവനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി. 19-ാമത്തെ വചനം. രാജാവ് അതിരാവിലെ എഴുന്നേറ്റ് സിംഹങ്ങളുടെ കുഴിയിലേക്ക് തിടുക്കത്തിൽ ചെന്നു. ദാനിയേലിനെ ഇട്ടിരുന്ന കുഴിക്ക് അടുത്ത് ചെന്നപ്പോൾ ദുഃഖം നിറഞ്ഞ സ്വരത്തിൽ രാജാവ് വിളിച്ചു ചോദിച്ചു, ദാനിയേൽ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ദാസ, നീ നിരന്തരം സേവിക്കുന്ന നിൻ്റെ ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ ശക്തനായിരുന്നുവോ? അതൊരു വലിയ ചോദ്യമാണ്. ശ്രദ്ധിക്കുന്ന ചോദ്യം. രാജ ചോദിക്കുകയാണ്, ദാനിയേൽ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ദാസ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ദാസ എന്നാണ് വിളിച്ചത്. ഈ രാജാവിന് ദാനിയേലിൻ്റെ ദൈവത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അവർ യഹൂദന്മാരാണ്. പക്ഷെ രാജാവ് ചോദിക്കുകയാണ്, ദാനിയേൽ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ദാസ, നീ ജീവിക്കുന്ന ദൈവത്തെയാണ് എന്ന് അറിവിൽ രാജാവ് ചോദിക്കുകയാണ്. ദൈവത്തിൻ്റെ ദാസ, നീ നിരന്തരം സേവിക്കുന്ന നിൻ്റെ ദൈവം, നീ നിരന്തരം സേവിക്കുന്ന, എന്നിട്ട് പറഞ്ഞ്, നീ നിരന്തരം സേവിക്കുന്ന, നീ നിരന്തരം പ്രാർത്ഥിക്കുന്ന, നീ വിശ്വാസം അർപ്പിച്ച നിൻ്റെ ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ ശക്തനായിരുന്നോ? ഹല്ലേലൂയ. ഒരു വലിയ ചോദ്യമാണ്. നിന്റെ ദൈവം ശക്തനായിരുന്നോ ചോദിച്ചത്. അത്രമാത്രം നിന്റെ ദൈവം ശക്തനായിരുന്നോ? ഈ സിംഹങ്ങളെക്കാളെല്ലാം അധികമായി നിന്നെ കൊല്ലാതിരിക്കുവാൻ, ഈ സിംഹങ്ങളുടെ വായ പൂട്ടിക്കെട്ടുവാൻ നിന്റെ ദൈവം ശക്തനായിരുന്നുവോ? അതിന് ദാനിയേൽ കൊടുത്ത മറുപടി എന്താണ്? ദാനിയേൽ രാജാവിനോട് പറഞ്ഞു, രാജാവ് നീണാൾ വാഴട്ടെ, തൻ്റെ മുൻപിൽ ഞാൻ കുറ്റം അറ്റവനാണെന്ന് കണ്ടതിനാൽ എൻ്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ അടച്ചു, അവ എന്നെ ഉപദ്രവിച്ചില്ല. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞ്, തൻ്റെ മുൻപിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന്
കണ്ടതിനാൽ തൻ്റെ മുൻപിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ എൻ്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായടച്ചു, അവ എന്നെ ഉപദ്രവിച്ചില്ല. ഹല്ലേലൂയ. നോക്കണമേ, ദാനിയേലിൻ്റെ ആ വലിയ തിരിച്ചറിവ്. എന്താ അവൻ തിരിച്ചറിഞ്ഞത്? എന്താ ഏറ്റു പറഞ്ഞത്? ഞാൻ എൻ്റെ ദൈവത്തിന് മുമ്പിൽ ആരാണ്? കുറ്റമറ്റവനാണ് എന്ന് അവിടുത്തേക്ക് അറിയാം. അവിടുന്ന് കണ്ടതിനാൽ തൻ്റെ ദൂതനെ അയച്ച് അവിടുന്ന് സിംഹങ്ങളുടെ വായ് അടച്ചു, അവനെ ഉപദ്രവിച്ചില്ല. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട ദൈവമുള്ള ബന്ധം എന്ന് പറയുക. ഈ ലോകം നമ്മളെ എവിടെ വലിച്ചെറിഞ്ഞാലും, എത്ര വലിയ രൂക്ഷ പ്രശ്നങ്ങൾക്ക് ഇട്ടുകൊടുത്താലും, അവിടെ ദൈവത്തിന് മുമ്പിൽ നീ കുറ്റം അറ്റവനാണ് ജീവിക്കുന്നതെങ്കിൽ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച്, തൻ്റെ ദൂതനെ അയച്ച് നിന്റെ ശത്രുക്കളുടെ വായ അടച്ച് കളയും. അതൊന്നും ഒരു ഉപദ്രവം ചെയ്യാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. യേശു നമ്മളോട് പറഞ്ഞില്ലേ, ലൂക്ക 19:19, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ എല്ലാ അധികാരവും തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കില്ല. ഒന്നും എന്നെ ഉപദ്രവിക്കത്തില്ല, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കില്ല. ഹല്ലേലൂയ. ദാനിയേൽ അവൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച്, നിയമങ്ങളനുസരിച്ച് അവൻ വിശുദ്ധമായിട്ട് ജീവിച്ചവനാണ്. അതാണ് ആ വാക്കിൻ്റെ അടുത്ത് കുറ്റമറ്റെന്ന് പറഞ്ഞാൽ അവൻ വിശുദ്ധമായിട്ട് ജീവിച്ചു, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചവനാണ്. എത്ര ക്രൈസ്തവരുണ്ട്, എത്ര കത്തോലിക്കരുണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നവർ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ദൈവസന്നിധിയിൽ പറയാൻ പറ്റും? മനുഷ്യരുടെ മുമ്പിലല്ല, ദൈവത്തിന് മുമ്പിൽ പറയാൻ പറ്റും, ഞാൻ എൻ്റെ ദൈവത്തിന് പ്രസാദകരമായിട്ട് ജീവിക്കുന്നവനാണ്, ഞാൻ എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. ഞാൻ പറയുന്ന വാക്കുകളിലൂടെ, ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ ഒരിക്കലും ഞാൻ എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കുന്നില്ല, ഞാൻ എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. എനിക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനെ ഞാൻ പ്രസാദിപ്പിക്കുന്നു, സന്തോഷിപ്പിക്കുന്നു. നമുക്ക് ആ ഒരു തിരിച്ചറിവുണ്ടാകണം. ദൈവത്തിന് മുമ്പ് നാം നിൽക്കുമ്പോൾ നമ്മുടെ വാക്കുകളോ, നമ്മുടെ ചിന്തകളോ, നമ്മുടെ പ്രവൃത്തികളോ, നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളോ, അത് എത്രമാത്രം ദൈവത്തിന് പ്രസാദകരമാണ്, എത്രമാത്രം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ്. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, പലതരം നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. കർത്താവിൻ്റെ രക്ഷ പ്രാപിക്കാൻ, കർത്താവിൻ്റെ അനുഗ്രഹത്തെ സ്വന്തമാക്കാൻ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഇവിടെ നമ്മളോട് വചനം പറയുകയാണ്, ദാനിയേൽ എന്ന മനുഷ്യൻ എത്രമാത്രം അവൻ വിശ്വസ്തനായ ദൈവത്തിൻ്റെ മുൻപിൽ. അന്ന് ഇതുപോലെ ലിഖിതമായ രൂപത്തിൽ വചനങ്ങളില്ല. അവർ ചെറുപ്പകാലം മുതൽ പഠിച്ചിട്ടുള്ള വചനങ്ങൾ, മനഃപ്പാഠമാക്കിയ വചനങ്ങൾ മാത്രമേ അവർക്ക് ഉള്ളൂ. ബൈബിളിൽ ലഭ്യമായിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ ആവശ്യത്തിൽ നമുക്ക് സ്വന്തം ഒരു ബൈബിളുണ്ട്. ലിഖിതമായ രൂപത്തിൽ നമുക്ക് വചനങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്ക് പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടു. എന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്രമാത്രം നമ്മൾ വിളിച്ച ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് എത്രമാത്രം ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പറയും, ദൈവമേ ഞാൻ പരിശ്രമിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പക്ഷെ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല, ഞാൻ വീണു പോകുന്നു. നിന്റെ ശരീരത്തിൽ രോഗമുണ്ടായാൽ ആ രോഗം അതികഠിനമാണെങ്കിൽ നീ എത്രമാത്രം വേദനിക്കുന്നു വിട്ടുമാറാൻ വേണ്ടി. എത്രയോ ഡോക്ടർമാരെ കാണും, മരുന്ന് വാങ്ങി അത് തൂപ്പിടാൻ വേണ്ടി പരിശ്രമിക്കുന്നു. പക്ഷേ നിൻ്റെ ആത്മാവിൻ്റെ രോഗമായ പാപം, നശിപ്പിക്കുന്ന പാപത്തെ എന്തിനാണ് നീ താലോലിക്കുന്നത്? അത് ശത്രുവാണെന്ന് അറിഞ്ഞുകൊണ്ട് നീ എന്നെ പിടിതെറിയേണ്ടതല്ലേ? അതിൻ്റെ നാശമാണെന്ന് നിനക്കറിയാം, എങ്കിൽ പിന്നെ എന്തിനാണ് പാപത്തെ താലോലിക്കുന്നത്? ആ പാപത്തെ ജയിച്ചവനാ യേശു ക്രിസ്തു നിന്റെ കർത്താവായി ഉണ്ടായിരിക്കേ, നിന്റെ രക്ഷകനാഥനുമായവൻ ഉണ്ടായിരിക്കേ. എന്തുകൊണ്ട് അവൻ ആശ്രയിക്കുന്നില്ല? എന്തുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുന്നില്ല? പാപത്തിൻ്റെ കാറ്റ് വീശുമ്പോൾ വീണു പോകുന്ന, ചാഞ്ഞു പോകുന്ന ഒരു മരമാണോ നീ? ദൈവത്തെ പ്രസാദിപ്പിക്കണം. നമ്മൾ അതിനെതിരെ നിൽക്കുന്ന, നമ്മൾ കിടക്കുന്ന എല്ലാ സകല തിന്മകളെയും നമ്മൾ തിരിച്ചറിഞ്ഞ് കാൽകളിൽ ചവിട്ടി മെതിക്കണം. നിന്നെ സ്വാധീനിക്കുന്ന ജഡമോഹങ്ങളോ, ലോകമോഹങ്ങളോ, മദ്യാസക്തിയോ,
ജഡികാശക്തികളോ വാട്ടെവർ ഇറ്റ് ഈസ്, എന്തായിരുന്നാലും ദൈവമേ ഇതെൻ്റെ നാശമാണ്, ഇതെൻ്റെ നാശമാണ്. ഈ സാഹചര്യം എവിടെയാണ് ഞാൻ എന്നെക്കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന ആ സാഹചര്യങ്ങൾ, അതെൻ്റെ നാശമാണ്. ആ ലോകത്തിലെ മറ്റു മനുഷ്യരായിരിക്കാം നിന്നെ പാപത്തിൽ വീഴിക്കുന്നത്. ആ ബന്ധങ്ങളെ ഉപേക്ഷിച്ച് കളയണം, പിടിതറിയണം. എൻ്റെ ആത്മാവിനെ നശിപ്പിക്കുന്നതൊന്നും എനിക്ക് വേണ്ട, എൻ്റെ യേശു നഷ്ടപ്പെടുന്ന എനിക്കൊന്നും എനിക്ക് വേണ്ട. എനിക്ക് അവിടുത്തെ മുമ്പിൽ കുറ്റമറ്റവനായിട്ട് ജീവിക്കണം, എനിക്ക് അവിടുത്തെ മുമ്പിൽ വിശ്വസ്തനായിട്ട് ജീവിക്കണം, അവിടുത്തെ കൽപ്പനകളും വചനങ്ങളും എനിക്ക് അനുസരിച്ച് ജീവിക്കണം. ദൈവം എനിക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ് അതിനെന്നെ സഹായിക്കും, നിന്നെ സഹായിക്കും. നമുക്കൊന്ന് എഴുന്നേറ്റിരിക്കാം. നമുക്ക് എഴുന്നേറ്റുന്നതുകൊണ്ട് ഇന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതൊരു യുദ്ധമായിരുന്നത്. ആ യുദ്ധത്തിലെ കർത്താവ് ശത്രുക്കളെ തകർത്ത് പരാജയപ്പെടുത്തി അതിനുശേഷമാണ് അതിൻ്റെ അഭിഷേകത്തെ ഇവിടത്തേക്ക് അയച്ചു തന്നത്. ഇപ്പോൾ അഭിഷേകം നിൻ്റെ മേലുണ്ട്, നിന്നെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ് നിൻ്റെ മേലുണ്ട്. യോഹന്നാൻ 14:15 ഈശോ അരുളി ചെയ്തു, നിങ്ങളെന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കൽപ്പന പാലിക്കും. അപ്പോൾ ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിക്കുകയും അവിടെ നിങ്ങൾക്കായി മറ്റൊരു സഹായകനെ നൽകുകയും ചെയ്യും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ അനുസരിക്കും. യേശുവിനെ സ്നേഹിക്കുന്നവൻ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കും. യേശു പഠിപ്പിക്കുന്ന ഒരു പാഠമാണത്. യേശുവിലുള്ള സ്നേഹത്തെ യേശു അളക്കുന്നത് അങ്ങനെയാണ്. യോഹന്നാൻ 14:15, യോഹന്നാൻ 14:21, യോഹന്നാൻ 14:23 മൂന്നിടങ്ങളിലും ഒരേ കാര്യം പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. യോഹന്നാൻ 14:23 ഈശോ പറയുകയാണത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. 2 പ്രാവശ്യം പറഞ്ഞു, എൻ്റെ കൽപ്പന ആര് പാലിക്കുന്നു അവൻ എന്നെ സ്നേഹിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കൽപ്പന 10 കൽപ്പനകൾ. അടുത്ത കൽപ്പനയാണ് സ്നേഹിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക. അപ്പോൾ ദൈവത്തെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുക, അവിടുത്തെ കൽപ്പന അനുസരിക്കുന്നതാണ് സ്നേഹം. നിന്നെ സൃഷ്ടിച്ച ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കണം. അവിടുത്തെ തള്ളിപ്പറയരുത്, അവിടുന്ന് അകന്നു പോകരുത്. നിന്റെ ഹൃദയം കൊണ്ട് സ്നേഹിക്കണം. നീ അവിടുത്തെ മാത്രമേ ആരാധിക്കാവൂ, പൂജിക്കാവൂ. അറിവ് നിനക്കുണ്ടാകണം. യോഹന്നാൻ 17:3 ഈശോ അരുളി ചെയ്യുന്നു, ഏക സത്യദൈവമായി അവിടുത്തെയും അവിടുന്ന് അയച്ച അവിടുത്തെ പുത്രനായ യേശുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. എന്നിട്ട് പറയാം, ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ചവനായ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനെയും അറിയുക, അറിയുക, അറിയുക എന്നതാണ് നിത്യജീവൻ. യേശുവിനെ അറിയുന്നവൻ ഈശോയെ സ്നേഹിക്കും. അതുകൊണ്ട് ഈശോ യോഹന്നാൻ 14:13 പറഞ്ഞത്, 15 പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും. അപ്പോൾ ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായം ഇവിടെ നൽകുകയും ചെയ്യും. ആ സഹായം പരിശുദ്ധാത്മാവാണ്. അപ്പോൾ നമുക്ക് യേശുവിനോട് നമ്മുടെ ബന്ധം, നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴം എത്രമാത്രം ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നു. വീണ്ടും ഈശോ അവസാനം 3-ാമത്തെ പ്രാവശ്യം പറയാണ്, 14:21 പറയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനമാണ് പാലിക്കേണ്ടത്. എൻ്റെ 10 കൽപ്പനകളെല്ലാം അത് മുഴുവനും പഠിപ്പിക്കുന്ന, കീറി മുറിച്ച് പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം, അതിൻ്റെ നിയമങ്ങൾ ഉപനിയമവും പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം. യേശു പറയാണ്, എൻ്റെ വചനം ആര് പാലിക്കുന്നുവോ അവനാണ് എന്നെ സ്നേഹിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിനോട് നൽകുന്ന ഓരോന്നും, അത് പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ സുവിശേഷത്തിലോ ലേഖനങ്ങളിലോ വെളിപാടിലോ, ഇതെല്ലാം ദൈവത്തിൻ്റെ വചനങ്ങളാണ്. മനുഷ്യനത് ഗ്രഹിക്കാൻ പറ്റുന്നില്ലായിരിക്കാം, പക്ഷെ അതെല്ലാം ദൈവത്തിൻ്റെ ജീവൻ നൽകുന്ന വചനങ്ങളാണ്. അത് പറയുകയാണ്, എൻ്റെ വചനം ആര് പാലിക്കുന്നുവോ, ആരനുസരിക്കുന്നുവോ അവനെ സ്നേഹിക്കുന്നത്. അവനെ എൻ്റെ പിതാവിനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്നതിൽ വാസം ഉറപ്പിക്കും. ഇതൊരു ഉടമ്പടിയാണിത്. അതിനെ പറ്റി പറയാം, എന്നെ സ്നേഹിക്കുന്നവൻ, വലുതരം കുറ്റി പിടിച്ചുകൊണ്ട് പറയാം, ഇടതരം നെഞ്ചിൽ വെച്ചുകൊണ്ട് പറയാം, കണ്ണടച്ച്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. ഉറപ്പോടെ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 കൈ നെഞ്ചോട് ചേർത്ത് പിടിക്കാം.
ദാനിയേൽ ദൈവത്തിന് മുമ്പിൽ കുറ്റം അറ്റവനായിരുന്നു. അതുകൊണ്ട് ആ സിംഹക്കുഴിയിലേക്ക് എറിയപ്പെട്ടപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് അവൻ്റെ പ്രാണൻ നഷ്ടപ്പെട്ടു പോകേണ്ടതായിരുന്നു. പക്ഷേ ഉടൻ വരുന്നു കൽപ്പന. ഇതാ അവിടെ ദൂതൻ ഇറങ്ങി വന്നു. ദൂതൻ പറഞ്ഞു, തൊട്ടുപോകരുത്, അനങ്ങരുത്. ദൂതൻ പറഞ്ഞ ഒറ്റ നിശ്വാസം, ഒറ്റ ശബ്ദം. ആ സിംഹങ്ങളെല്ലാം തല താഴ്ത്തി അവരെല്ലാം ദാനിയേലിനെ വണങ്ങുകയാണ് ബഹുമാനത്തോടു കൂടി. കാരണം തങ്ങളുടെ ഇടയിലേക്ക് വന്ന ദൈവത്തിൻ്റെ ദാസനാണ്, മനുഷ്യരെ കുറ്റം ചുമത്തി എറിയപ്പെട്ട ദൈവത്തിൻ്റെ ദാസനാണെന്ന് അറിവിൽ ആ സിംഹങ്ങൾ പോലും മുട്ടുമടക്കി തല താഴ്ത്തി ദാനിയേലിനെ അവർ വണങ്ങി അവിടെ ആദരവ് കൊടുത്തു. കാരണം ദൂതൻ്റെ ശക്തിയോടെ ഇറങ്ങി വന്നു, സ്ഥാനത്തോടെ ഇറങ്ങി വന്നു. പ്രിയമുള്ളവരെ, നാം വിളിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറ്റം അറ്റവരോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, കുറ്റം ഇല്ലാത്തവരോട് ജീവിക്കാൻ വേണ്ടിയിട്ട്. നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ ഭവനത്തിൽ, നിൻ്റെ ഇടവകയിൽ, നിൻ്റെ ദേശത്ത്, നിൻ്റെ സമൂഹത്തിൽ, എവിടെയും മനുഷ്യമാളുടെ ബന്ധങ്ങളിൽ, ദൈവമാളുടെ ബന്ധത്തിൽ ആ ദൈവം ആഗ്രഹിക്കുകയാണ് കുറ്റമറ്റ ഒരു ജീവിതം, ആരും കുറ്റം പറയാൻ പറ്റാത്തൊരു ജീവിതം. ഇത് സ്നേഹിക്കുന്ന നിൻ്റെ ഹൃദയത്തിൻ്റെ തുറവി. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ എനിക്ക് അപ്രകാരം ഒരു ജീവിതം ഉണ്ടാകാൻ എന്നെ സഹായിക്കണമേ. എന്നെ ഭരിക്കുന്ന ഞെരുക്കുന്ന പാപത്തിൻ്റെ ശക്തികളിൽ നിന്നും എന്നെ വിടുവിക്കണമേ. എനിക്ക് പരിശ്രമിക്കണം, ഞാൻ പരിശ്രമിക്കണം. അതിലെ കിട്ടില്ല, ദൈവം ദാനോട് അതുകൊണ്ട് തരില്ല. ഐ ഹാവ് ടു ട്രൈ മൈ ബെസ്റ്റ്. ഞാൻ സർവശക്തിയോടെ ഞാൻ പരിശ്രമിക്കണം. എൻ്റെ നാവിൽ നിന്നും തിന്മ വരുമ്പോൾ വേണ്ട, ഞാനത് പറയാൻ പറ്റില്ല, പറയാൻ പാടില്ല, അതിന് ദൈവത്തിനെതിരാണ്, അതിന് യേശുവിനെ വേദനിപ്പിക്കുന്നു, ഞാൻ പറയില്ല. എൻ്റെ കണ്ണിൻ്റെ ആസക്തി, ദുരാസക്തി, തിന്മയെ കാണാനുള്ള കണ്ണിൽ ആസക്തി വരുമ്പോൾ ഇല്ല, എനിക്കത് കാണണ്ട, അതിൻ്റെ കർത്താവിന് പ്രതികരമല്ല. ഇന്ന് നേരെ കൈവശമുള്ള മൊബൈൽ എത്രമാത്രം ഇതിനെ അടിമപ്പെടുത്തിയിരിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ ആ മൊബൈലിൽ കാണുന്ന എത്രയോ തിന്മയും ദുഷിതമായ കാര്യങ്ങൾ കണ്ടാണ് നീ ആസ്വദിക്കുന്നത്. രാത്രി ഉറങ്ങാൻ പറ്റാതെ എത്രയോ മക്കളാണ് മൊബൈൽ അഡിക്റ്റായിട്ട് ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, മനുഷ്യനിൽ കിടക്കുന്ന പാപം അതവൻ്റെ കണ്ണുകളിലൂടെ, അവൻ്റെ ചിന്തകളിലൂടെ, അവൻ്റെ നാവിലൂടെ എല്ലാം ആ പാപം പ്രവർത്തിക്കും. നീ തിരിച്ചറിയണം, അത് നിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പാപമാണ്, അത് നിൻ്റെ ഉള്ളിലുള്ള തിന്മയാണ്, ബന്ധനമാണ്. നീ ഒരിക്കലും ആ തിന്മയെ നീ പ്രസാദിപ്പിക്കരുത്. മദ്യപിക്കാനുള്ള പ്രലോഭനം വരുമ്പോൾ ഇല്ല, എനിക്ക് മദ്യപിക്കേണ്ട, എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്, ഞാൻ ഈ ശരീരത്തെ ദുഷിപ്പിക്കത്തില്ല, ഞാൻ സാത്താനെ വിട്ടു കൊടുക്കത്തില്ല. അതൊരു യുദ്ധമാണ്. അവിടെ നീ അവിടെ ദൈവത്തെ മുറുകെ പിടിക്കണം. നീ വിളിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെ സഹായിക്കണമേ. നിനക്ക് നൽകപ്പെട്ട അധികാരത്തിൽ നീ കൽപ്പിക്കണം, എന്നെ വിട്ടുപോ, നീ കൽപ്പിക്കണം. നിൻ്റെ വിശ്വാസം കാണുമ്പോഴാണ് നിൻ്റെ ആത്മാവോടെ ഉണർന്ന് പ്രവർത്തിക്കുന്നത്. വിഷക്കാറ്റ് വീശുമ്പോൾ ആ വിഷക്കാറ്റ് നീ ശ്വസിക്കരുത്, അതൊക്കെ നാശമാണ്, നിൻ്റെ ജീവൻ എടുക്കും. അത് മദ്യപാനവും വ്യഭിചാരവും അതുപോലുള്ള അനേകം ലോകത്തിലെ പാപത്തിൻ്റെ പ്രവൃത്തികളുടെ സ്വാധീനങ്ങൾ അറിഞ്ഞിരിക്കുക. അത് വിഷക്കാറ്റാണ്, നിന്നെ നശിപ്പിച്ച് കളയും. അത് വീണുപോയാൽ എഴുന്നേൽക്കുക ദുഷ്കരമാണ്. കർത്താവിനോട് കരുണ തോന്നി, കരുണ കാണിച്ച് ആ കുടിയൊലിക്കുന്ന പാപത്തിൻ്റെ ശക്തികളെ തിരിച്ചറിഞ്ഞ് അവയുമായിട്ട് മല്ലടിച്ച് പരാജയപ്പെടുത്തുവാൻ, അവയെ ജയിക്കുകയാണ് ശക്തി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് നൽകുമാറാകട്ടെ. ഒരു കുറ്റമറ്റ ജീവിതം നയിക്കുവാൻ കർത്താവിൻ്റെ കരം നിന്നെ മേൽ വരട്ടെ, നിന്നെ ശക്തിപ്പെടുത്തട്ടെ, നിന്നെ ബലപ്പെടുത്തട്ടെ, നിന്നെ ധൈര്യപ്പെടുത്തട്ടെ, നിന്നെ ക്ഷതങ്ങളെ സുഖപ്പെടുത്തട്ടെ. തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ, 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 യേശുവേ. യേശുവിനെ ഉച്ചത്തിൽ വിളിക്കട്ടെ, യേശുവിനെ വിളിക്കട്ടെ. യേശുവേ, ഉച്ചത്തിൽ വിളിക്കട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. ഹൃദയം തുറന്ന് വിളിക്കട്ടെ, ശക്തിയോടെ വിളിക്കട്ടെ. സ്തോത്രം. എൻ്റെ കരങ്ങളെ ശിരസിൽ വയ്ക്കുക.
അന്ധനായ ബർത്തമിയു യേശുവാണ് പോകുന്നത് അറിഞ്ഞപ്പോൾ ആ ജെറിക്കോ നഗരത്തിൻ്റെ തെരുവിൽ ഇരുന്നു കൊണ്ട് അവൻ ഉച്ചത്തിൽ വിളിച്ചു, യേശുവേ ദാവീദ് പുത്രാ കനിയണമേ. വഴിപോക്കരവനെ സഹായിച്ചു, നിശബ്ദനായിരിക്കെ. പക്ഷെ അവൻ അവരെ കേട്ടില്ല. അവനറിയാമായിരുന്നു തൻ്റെ ജീവിതത്തിലെ രക്ഷയുടെ നിമിഷമാണിത്. യേശുവാണ് കടന്നു പോകുന്നത്. ഇനി തൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു സന്ദർഭം ഉണ്ടാകുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് അവൻ മനുഷ്യരെ നോക്കിയില്ല, വഴിപോക്കരെ നോക്കിയില്ല, അവരുടെ സ്വകാര്യങ്ങളെ ശ്രദ്ധിച്ചില്ല. അവൻ ഉച്ചത്തിൽ വിളിച്ചു, കൂടുതൽ ഉറക്കെ വിളിച്ചെന്ന് അവനെ പറയുന്നത്, യേശുവേ ദാവീദിന്റെ പുത്രാ കനിയണമേ, യേശുവേ ദാവീദിന്റെ പുത്രാ കനിയണമേ. ആ വിളി അത് വിശ്വാസത്തിൻ്റെ വിളിയായിരുന്നു. ആ വിശ്വാസത്തിൻ്റെ വിളി യേശുവിനെ പിടിച്ചു നിർത്തി. അവിടെ യേശു അവനെ കണ്ടു, അവനെ വിളിക്കാൻ ആവശ്യപ്പെട്ടു. അന്ധനായ ബർത്തമിയു തൻ്റെ പുറങ്കുപ്പായം വലിച്ച് ദൂരെ എറിഞ്ഞ് അവൻ നേരെ ഓടി വന്ന് യേശുവിൻ്റെ അടുക്കലേക്ക് ചോദിക്കുകയാണ്, നിനക്കൂടെ എന്താ ചെയ്തു തരേണ്ടത്? അവൻ പറഞ്ഞ, കർത്താവിന് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നീ ആഗ്രഹിക്കുന്ന പോലെ സംഭവിക്കട്ടെ. തലക്ഷണം അവൻ്റെ കണ്ണിന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവെ അവൻ കണ്ടു. ആ യേശു ഇന്നിവിടെ ഉണ്ട്. നിൻ്റെ ജീവിതത്തിലെ നിൻ്റെ നിരവധിയായ പ്രശ്നങ്ങളുടെ മേലെ വിജയം വരിക്കുവാൻ നിന്നെ ശക്തിപ്പെടുന്ന കർത്താവ്. നിന്റെ ഹൃദയം തുറന്ന്, നിന്റെ ഹൃദയം തുറക്കപ്പെട്ട്, നിന്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിനക്ക് ഈശോയെ വിളിക്കാനായിട്ട് ദൈവത്തിൻ്റെ അഭിഷേകം നിൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഉണരട്ടെ. നിന്റെ ആത്മാവിനെ ഉണർത്തട്ടെ, അഭിഷേകത്തിനെ ഉണർത്തട്ടെ. നീ സ്വീകരിച്ചിട്ടുള്ള പരിശുദ്ധാത്മാവ് ഉണരട്ടെ, 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 ഉണരട്ടെ. പാപത്തെ ചെറുക്കുവാൻ, ശത്രുവിനെ ജയിക്കുവാൻ നിന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഉണരട്ടെ, ഉണരട്ടെ. എല്ലാ ശത്രുക്കളും ചിതറിക്കപ്പെടട്ടെ, എല്ലാ നാരീശക്തികളും കീഴടങ്ങട്ടെ. നിന്റെ ഹൃദയത്തെ വിട്ടും മാറ്, നിന്റെ മനസ്സിനെ വിട്ടും മാറ്, നിന്റെ ആത്മാവിനെ വിട്ടും മാറ്. നിന്റെ ശരീരത്തിലെ അവയവങ്ങളെ വിട്ടും മാറട്ടെ, ഇന്ദ്രിയങ്ങളെ വിട്ടും മാറട്ടെ, ഓരോ കോശങ്ങളെ വിട്ടും മാറ്. ഔട്ട്, വിട്ടും മാറ്, വിട്ടും മാറ്, വിട്ടും മാറ്. ദൈവമക്കൾ സ്വതന്ത്രരാകട്ടെ, ദൈവജനം സ്വതന്ത്രരാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിലെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിച്ച് ഹല്ലേലൂയ പറഞ്ഞു. ഉച്ചത്തിൽ സ്തോത്രം. ഹല്ലേലൂയ, ഗ്ലോറി. ഇവിടെ കരങ്ങൾ അടിച്ച് തന്നെ ശ്രദ്ധിക്കാം, കുട്ടികളുടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, 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 ഗ്ലോറി. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ. എല്ലാവരും ഗ്ലോറി. ഹല്ലേലൂയ. രാജാധിരാജന് ആരാധന, ദൈവത്തിൻ പുത്രന് ആരാധന. രാജാധിരാജന് ആരാധന, ദൈവത്തിൻ പുത്രന് ആരാധന. കേൾവിച്ചുകൊണ്ട് ഹല്ലേലൂയ.
മടക്കിയ ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് ദാനിയേൽ ദൈവത്തോട് രാജാവിനോട് പറഞ്ഞു, എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ കുറ്റം അറ്റവനാണെന്ന് അവിടുന്ന് കണ്ടതിനാൽ തൻ്റെ ദൂതനെ അയച്ച് അവിടുന്ന് സിംഹങ്ങളുടെ വായ അടച്ചു, അവനെ ഉപദ്രവിച്ചില്ല. നീ ദൈവത്തിൻ്റെ മുമ്പിൽ കുറ്റം അറ്റവനാകട്ടെ. നീ ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ മുമ്പിൽ നീ കുറ്റം അറ്റവൻ ആകട്ടെ. ദൈവത്തിൻ്റെ കൽപ്പനകളുടെ മുമ്പിൽ നീ കുറ്റം അറ്റവനായി ജീവിക്കട്ടെ. നിന്നെ ലോകം ഏത് കുഴിയിലിറങ്ങിയാലും അവിടെ ഇറങ്ങി വരും ദൈവത്തിൻ്റെ ദൂതൻ. അവിടെ ഇറങ്ങി വരും കർത്താവിൻ്റെ അഭിഷേകം. നിന്റെ ശത്രുവിനെ വായ അടയ്ക്കും, നിന്റെ ശത്രുവിനെ കീഴ്പ്പെടുത്തും. ഒരു തിന്മയും നിന്നെ തൊടുകയില്ല, ഒരു ഉപദ്രവവും നിനക്ക് ഏൽക്കുകയില്ല. ഹല്ലേലൂയ, 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 ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ദാനിയേലിന്റെ ദൈവം, ദാനിയേലിന്റെ ദൈവം എൻ്റെ ദൈവം, ദാനിയേലിന്റെ ദൈവം എൻ്റെ ദൈവം. ഓ ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. എനിക്ക് കുറ്റമറ്റവനായി ജീവിക്കണം, എനിക്ക് കുറ്റമറ്റവനായി ജീവിക്കണം, എനിക്ക് യേശുവിന് സാക്ഷിയായിട്ട് ജീവിക്കണം. ദൈവത്തിൻ്റെ വചനമനുസരിച്ച്, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് എനിക്ക് കുറ്റമറ്റവനായിട്ട് ജീവിക്കണം. എനിക്ക് കർത്താവിൻ്റെ വചനം അനുസരിക്കണം, എനിക്ക് കർത്താവിൻ്റെ വചനം അനുസരിക്കണം. എനിക്ക് അപ്രകാരം കുറ്റമറ്റവനായിട്ട് ജീവിക്കണം. അവിടെ ദൈവത്തിൻ്റെ ശക്തി നിന്നെ നയിക്കും. ഒരു ശത്രു നിനക്കെതിരെ വരികയില്ല, ഒരിക്കലും വിജയം ഉണ്ടാവുകയില്ല. ശത്രുവിൽ നീ ചവിട്ടി നടക്കും, നിന്റെ ശത്രുവിൽ നീ ചവിട്ടി മെതിക്കും. കർത്താവിൻ്റെ വചനം മാംസം ധരിച്ച് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ദൈവത്തിൻ്റെ വചനം നിന്റെ ഹൃദയത്തിൽ ആലാപനം ചെയ്യപ്പെടട്ടെ, എഴുതപ്പെടട്ടെ, മുദ്രിതമായി തീരട്ടെ. സ്തോത്രം, ഗ്ലോറി. തന്നെ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ, 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 ഗ്ലോറി. Hallelujah, glory, hallelujah, glory, glory, hallelujah, glory, hallelujah, glory, hallelujah, 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 hallelujah. Jesus, Jesus, Jesus. Jesus, 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 hallelujah, hallelujah, hallelujah. എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, എൻ ദൈവമേ, എൻ ദൈവമേ, എൻ നാഥനേ, എൻ നാഥനേ, ആരാധന, ആരാധന. എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, എൻ ദൈവമേ, എൻ ദൈവമേ, എൻ നാഥനേ, എൻ നാഥനേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Ave Maria, Ave Maria, Ave Maria, Ave Maria, Ave Maria, Ave Maria,
ഇരുകരങ്ങളിൽ നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. കണ്ണടയ്ക്കട്ടെ. ദാനിയേൽ അവനറിയാമായിരുന്നു ദൈവത്തിന് മുന്നിൽ കുറ്റം അറ്റവനാണ്. Righteous man, obeying the commandments of God, obeying the word of God, he led a holy life. Roma 8:14, those who are led by the Spirit of God are the children of God. ദൈവത്തിൻ്റെ ആത്മാവിൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടണമെങ്കിൽ അവൻ ദൈവത്തിൻ്റെ വചനത്താൽ നയിക്കപ്പെടണം. ആരെയാണ് ദൈവത്തിൻ്റെ വചനം നയിക്കുന്നത്? അവനെ മാത്രമാണ് അവൻ ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കപ്പെടുന്നത്. വചനമില്ലാത്തടത്ത് നോ ഹോളി സ്പിരിറ്റ്, ആത്മാവില്ല. വചനത്തെ അനുസരിക്കാത്തടത്ത് ശക്തിയില്ല. നീ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുക. ദൈവത്തിൻ്റെ വചനം നീ അനുസരിക്കുക. അപ്പോൾ നിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരും. കുറ്റമറ്റനായിട്ട് ജീവിക്കുക. ദാനിയേൽ കുറ്റമറ്റനായിട്ട് ജീവിച്ചു. അതുകൊണ്ട് അവനെ കൊല്ലാൻ വേണ്ടി ആ കുഴിയിലേക്ക് എറിഞ്ഞു കൊടുത്തപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് കൊല്ലപ്പെടുമെന്നിരിക്കെ ആ 7 സിംഹങ്ങൾ ആ കുഴി കിടന്നുകൊണ്ട് ഒറ്റ നിമിഷം കൊണ്ട് അവനെ ഒന്നുമല്ലാതാക്കുമായിരുന്നു. പക്ഷേ ദാനിയേൽ നിറഞ്ഞിരുന്ന ദൈവത്തിൻ്റെ ശക്തിക്ക് മുന്നിൽ അവയെല്ലാം മുട്ടുമുടക്കി. ഇത് നിൻ്റെ കൂടെയുള്ള യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി. ഫിലിപ്പിയർ 2:10 പറയുന്ന വചനം, അത് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലുമുള്ള സകലരും മുട്ടുകളും മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവ് ദൈവത്തിൻ്റെ മോചിതനായി എല്ലാ അധരങ്ങളും ഏറ്റുപറഞ്ഞതിനും വേണ്ടിയിട്ടാണ്. ഫിലിപ്പിയർ 2:9 വചനം, ആകയാൽ ദൈവം യേശുവിനെ അത്യധികമായിട്ട് ഉയർത്തി എല്ലാ നാമത്തിനും ഉപരിയായ നാമം യേശുവിൻ്റെ നാമത്തിന് നൽകി. അതെ, യേശുവിൻ്റെ നാമം ഉപരിയായ നാമമാണ്, അധികാരവും ശക്തിയുള്ള നാമമാണ്. ഇന്ന് നിനക്ക് ആ നാമമുണ്ട്. യേശുവിൻ്റെ നാമം നിനക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ആ നാമത്തിന് മുമ്പിൽ മറ്റെല്ലാ ശക്തികളും കീഴടങ്ങാനുള്ള അധികാരം ആ നാമത്തിനുണ്ട്. അതാ വചനം പറയുന്നത്, ഭൂമിയിലും നരകത്തിലുള്ള സാത്താൻ്റെ രാജ്യമാണ്. അവിടെയുള്ള സകല നാരീയ ശക്തികളും യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ കീഴടങ്ങും, മുട്ടുകൾ മടക്കും, കീഴടങ്ങും. ഈ ഭൂമിയിലുള്ള സകല ആധിപത്യങ്ങളും അധികാരങ്ങളും എല്ലാ നാമങ്ങളും ശക്തികളും യേശുവിൻ നാമത്തിന് മുമ്പിൽ കീഴടങ്ങും. അത്രമാത്രം ശക്തി യേശുവിൻ നാമത്തിന് അധികാരമുണ്ട്. ആ നാമം നിൻ്റെ മേൽ ഉള്ളപ്പോൾ നിന്നെ ആരാണ് തോൽപ്പിക്കുന്നത്? ആർക്കാണ് നിന്നെ വിജയം ഭരിക്കാൻ പറ്റുന്നത്? ആർക്കും സാധ്യമല്ല, ഒരുവനും സാധ്യമല്ല. യേശുവിൻ്റെ നാമത്തിനെതിരെ വരുന്ന ഒരുവനും സാധ്യമല്ല. ആ നാമത്തെ തോൽപ്പിക്കാൻ സാധ്യമല്ല. ആ നാമത്തെ നീ മുറുകെ പിടിക്കുക. ദാനിയേൽ ആശ്രയിച്ചത് ആ ദൈവത്തിൻ്റെ നാമത്തിലാണ്. ദൈവത്തിൻ്റെ യഹോവയായ ദൈവത്തിൻ്റെ ശക്തിയിലാണ് അവൻ ആശ്രയിച്ചത്. അതുകൊണ്ട് അവൻ ശക്തനായി. അവൻ ദൈവത്തിൻ്റെ വചനപ്രകാരം വിശുദ്ധമായിട്ട് ജീവിച്ചു. അവനെ തോൽപ്പിക്കാൻ ആർക്കും സാധിച്ചില്ല. ആ അധിപന്മാർക്ക് പറ്റിയില്ല, സ്ഥാനപതികൾക്ക് പറ്റിയില്ല, പ്രഭുക്കന്മാർക്ക് പറ്റിയില്ല. എന്തിന്? ആ സിംഹങ്ങൾ പോലും അവൻ്റെ മുമ്പിൽ കീഴടങ്ങിയില്ലേ? ഇന്ന് നിന്റെ മേലുള്ള യേശു നാമത്തിൻ്റെ ശക്തിയാലും അധികാരത്താലും നീ ശക്തനാകട്ടെ, നീ കരുത്തനാകട്ടെ, നീ സ്വതന്ത്രനാകട്ടെ. സകല പാമ്പുകളും തേളുകളും നിന്റെ കാൽക്കീഴിൽ കീഴടങ്ങട്ടെ, നിർവീര്യമായി തീരട്ടെ. നിനക്കെതിരെ നിൽക്കുന്ന സകല ശക്തികളും എല്ലാ നാമങ്ങളും കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ. സ്തോത്രം. ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. നന്ദി കർത്താവേ. നിനക്കെതിരെ വരുന്ന എല്ലാ പ്രശ്നങ്ങളും ഞാൻ ബന്ധിക്കുന്നു. നിനക്കെതിരെ വരുന്ന പ്രശ്നം ഉണ്ടാക്കുന്ന മനുഷ്യരെ ബന്ധിക്കുന്നു. ഒരു ഭരിക്കുന്ന അന്ധകാര അശുദ്ധാത്മാക്കളെ ബന്ധിക്കുന്നു. കീഴടങ്ങട്ടെ. നിനക്കെതിരെയുള്ള സകല കേസുകളെ ബന്ധിക്കുന്നു. നീ നിരപരാധിയായിരിക്കെ നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിനക്കെതിരെയുള്ള എല്ലാ കേസുകളും റദ്ദു ചെയ്യുന്നു. അവയെല്ലാം പരാജയപ്പെട്ടു പോകട്ടെ, അവയെല്ലാം തകർന്നു പോകട്ടെ. യേശുവിൻ്റെ നാമം നിനക്ക് ജയം നേടിത്തരട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും യേശുവിൻ്റെ നാമം നിനക്ക് വിജയം നേടിത്തരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദാനിയേൽ കുറ്റമറ്റവനായിരുന്നു, കുറ്റമറ്റവനായി ജീവിച്ചവൻ. അതുകൊണ്ട് അവന് വലിയ വിജയമുണ്ടായി. ഇന്ന് ഞാനും ദാനിയേലെ പോലെ കുറ്റമറ്റവനോട് ജീവിക്കും. എനിക്ക് എൻ്റെ ദൈവത്തിൽ വലിയ വിജയമുണ്ട്. ഞാൻ വിജയം ഭരിക്കും, ഞാൻ വിജയം സ്വന്തമാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. ഹല്ലേലൂയ. ഇന്നലെ പ്രഭാതത്തിൽ എനിക്കൊരു ഫോൺ കോൾ. എന്നെ വിളിക്കുന്നത് ആലക്കോട് നിന്നാണ്, കോഴിക്കോട്, കണ്ണൂർ ആലക്കോട്. ഒരു പെൺകുട്ടിയാണ്. അത് വിളിച്ച് പറഞ്ഞത്, എൻ്റെ നഴ്സിംഗ് 4 വർഷത്തെ കോഴ്സിൻ്റെ
റിസൾട്ട് വന്നു, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. നമ്മൾ പറയുകയാണ്, എന്നെ സ്വീഡൻ ജീസസ് ജയിപ്പിച്ചു. ആലക്കുള്ള ഷാൻഡി എന്നൊരു സഹോദരിയുടെ മകളാണ്. ഈ കുട്ടിയാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 10ാം ക്ലാസ്സിൽ SSLC പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്ന സമയത്ത് ഭയന്ന് ഞാൻ പരീക്ഷ എഴുതില്ല, ഞാൻ സ്കൂളിൽ പോകില്ല എന്ന് ഭയങ്കരമായിട്ട് വീട്ടിൽ കിടന്ന് നിലവിളിച്ചു. പള്ളിയുടെ അമ്മ എന്നെ ഫോൺ വിളിച്ച് പറയുകയാണ്, മകൾ പരീക്ഷയ്ക്ക് പോകാൻ തയ്യാറല്ല, അവൾക്ക് ഭയമാണ്, ഒന്ന് സംസാരിക്കാൻ ബ്രദറെ, ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ പറഞ്ഞു, ഫോൺ കൊടുക്കാൻ പറഞ്ഞു. ആ ഫോണിന് വളരെ കൊടുത്തു. ഞങ്ങളോട് സംസാരിച്ചു, നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, നീ പോയി പരീക്ഷ എഴുതണം, നിനക്ക് നല്ല മാർക്ക് ലഭിക്കും. ആ 10ാം ക്ലാസ് മകൾ ജയിച്ചത് 97% മാർക്ക് മേടിച്ചിട്ടാണ്. അതിനുശേഷം ബാംഗ്ലൂരിൽ നേഴ്സിങ്ങിന് പഠിക്കാൻ പോയി. അപ്പോൾ നേഴ്സിംഗ് കോഴ്സ് പാസ്സായത് ഫസ്റ്റ് ക്ലാസ്സിലാണ്. ഇടയ്ക്ക് പരീക്ഷ വരുമ്പോഴൊക്കെ ഇവിടെ മെസ്സേജ് വരും, നാളെ എൻ്റെ പരീക്ഷയാണ്, എന്നെ ഒന്ന് ഓർത്തേക്കണമേ. ഓരോ എക്സാം വരുമ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട് നമ്മൾ അർപ്പിച്ച വിശ്വാസം എത്ര. അതുകൊണ്ട് ഇന്നലെ ആ റിസൾട്ട് ഒന്ന് വിളിച്ചു പറഞ്ഞത്, എനിക്ക് സ്വീഡൻ ജീസസ് തന്നെ ജയിപ്പിച്ചു. ഒറ്റ വാക്ക് പറയുകയാണ്, പെട്ടെന്ന് വിളിച്ച് പറയാം, എന്നെ സ്വീഡൻ ജീസസാണ് ജയിപ്പിച്ചത്. അതേ സ്വീഡൻ ജീസസാണ് നിങ്ങൾക്ക് നൽകപ്പെട്ടില്ല അനേകം പേർക്ക്. അത് ജയിക്കാൻ വേണ്ടി, നോക്കാൻ വേണ്ടിയിട്ടല്ല, ജയിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവിൻ്റെ അഭിഷേകം നൽകപ്പെട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ജീവിക്കാം, കുറ്റമറ്റമായിട്ട് ജീവിക്കാം. നമ്മൾ തുറന്ന് വായിക്കുകയാണ്. ദാനിയേലിനെ ആ സിംഹത്തിൻ്റെ കുഴിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു. 27-ാമത്തെ വചനത്തിൽ വായിക്കുന്നു, 28-ാമത്തെ വചനം. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു, ദാനിയേലിനെ കുഴിയിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ കൽപ്പിച്ചു. ദാനിയേലിനെ കുഴിയിൽ നിന്ന് കയറ്റി. തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് അവന് ഒരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല. ഹല്ലേലൂയ. എന്നിട്ട് പറയാം, തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് അവന് ഒരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല. ഒരു പോറലും ഏറ്റില്ല. എന്താ കാരണം? അവൻ ആരെല്ലാം ആശ്രയിച്ചു? ദൈവത്തിൽ ആശ്രയിച്ചു. നമുക്ക് എഴുന്നേറ്റ് അവസാനിപ്പിക്കാം, എഴുന്നേറ്റിരിക്കാം, കണ്ണിലടയ്ക്കാം. ആര് കർത്താവിനെ ആശ്രയിക്കുന്നു? കർത്താവിനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കുക എന്നാണ് അർത്ഥം. വചനത്തിൽ ആശ്രയിക്കുന്നില്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ, ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ദൈവനെ കൈവിടില്ല, എൻ്റെ ദൈവനെ വഴി നടത്തും. ഞാൻ ഞെരുക്കത്തിലാകുമ്പോഴും വറുതിയിലാകുമ്പോഴും പ്രശ്നങ്ങൾ നേരിടുമ്പോഴും ഇല്ല, എൻ്റെ കർത്താവിൻ്റെ ശബ്ദം, തൻ്റെ വചനം എൻ്റെ മേലുണ്ട്, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്, അവിടുത്തെ അഭിഷേകം എൻ്റെ മേലുണ്ട്. ദാവീദ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ ദർശിച്ചിരുന്നു, അവിടെ നിൻ്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. ആ ദൈവം നിൻ്റെ വലതുഭാഗത്ത് ഉണ്ടായിരിക്കട്ടെ, നിൻ്റെ കൺമുമ്പിൽ നിന്നെ കാണാൻ സാധിക്കട്ടെ. പ്രശ്നങ്ങളിൽ പതറിപ്പോകാതെ ഉറച്ചു നിൽക്കാൻ അവിടുത്തെ കരം നിന്നെ ശക്തിപ്പെടുത്തട്ടെ. രണ്ടുകളും ശിരസിൽ വെച്ചുകൊള്ളുക. കർത്താവിനെ പ്രാർത്ഥിക്കുകയാണ്. ദാനിയേൽ ഒരു പോറൽ പോലും ഏൽക്കാതെ ആ 7 സിംഹങ്ങളുടെ ഇടയിൽ നിന്നും അവനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ, കർത്താവേ, ഇതാ ഞങ്ങൾക്ക് നൽകിയ അഭിഷേകം, സ്പിരിച്വൽ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ ശത്രുക്കളെ മുഴുവനും പരാജയപ്പെടുത്തുവാനുള്ള ഒരു വലിയ ശക്തിയുടെ അഭിഷേകം ഈ സമൂഹത്തിൽ ഇറങ്ങി നമ്മളെല്ലാം നിറയുമാറാകട്ടെ. സകല പാമ്പുകളെയും തേളുകളെയും കാൽകളിൽ ചവിട്ടി മെതിക്കാനുള്ള വലിയ ശക്തിയും വലിയ ധൈര്യവും അഭിഷേകവും നിറയുമാറാകട്ടെ. എല്ലാ ഭയവും വിട്ടുപോകട്ടെ, എല്ലാ നിരാശ വിട്ടുപോകട്ടെ, എല്ലാ ദുഃഖം വിട്ടുപോകട്ടെ, എല്ലാ രോഗങ്ങൾ വിട്ടു മാറട്ടെ, മനസ്സിൻ്റെ ഞെരുക്കങ്ങൾ വിട്ടു മാറട്ടെ, ശാരീരികമായ വേദനകൾ വിട്ടു മാറ്, രോഗങ്ങൾ വിട്ടു മാറട്ടെ. തന്നെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന ദൈവം, നന്ദി, സ്തോത്രം, അങ്ങേക്ക് മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹീതനാകും. നിങ്ങളുടെ 2 കൈയിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊള്ളുക, കണ്ണടയ്ക്കുക. നിങ്ങളുടെ ഹൃദയത്തിലുള്ള നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ, ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ എന്തെല്ലാം നിയോഗങ്ങൾ വെച്ചിരുന്നുവോ അവിടെയെല്ലാം ഈ അത്ഭുതങ്ങളുടെ ജപമാലയിൽ ലഭിക്കുന്ന സകല നന്മകളും അനുഗ്രഹങ്ങളും ഇറങ്ങി വന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിനക്കെതിരേക്കുന്ന ശത്രുക്കളെല്ലാം ചിതറിച്ച് കളഞ്ഞുകൊണ്ട് കർത്താവ് നിനക്ക് വിജയം നേടിത്തരട്ടെ. നിന്നെ വിടിവിക്കുന്ന രോഗങ്ങളും വ്യാധികളും നിന്നെ വിട്ടുപോകട്ടെ. നിന്റെ ശരീരം സ്വതന്ത്രമാകട്ടെ.
ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ, സമർത്ഥമായ ജീവൻ ഉണ്ടാകട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹീതനാവുന്നു. പിതാവായ ദൈവത്തിൻ്റെ ആധിപത്യവും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ അധികാരവും ശക്തിയും ഭരണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിറവും നിയന്ത്രണവും എന്നും എപ്പോഴും നിലവിലുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അധികാരവും അഭിഷേകവും സംരക്ഷണവും ശക്തിയും എപ്പോഴും തന്നെ പരിപാലിക്കുകയും നയിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നല്ല കീർത്തനം കൊടുക്കാം. ഹല്ലേലൂയ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. നമുക്ക് അനുഗ്രഹമായിരുന്നു ശുശ്രൂഷ. ഹല്ലേലൂയ.